എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ വന്ദന ബിനു. കുഞ്ഞുങ്ങളുടെ മൂക്കിൽ ബ്ലീഡിങ് വരുന്നത്. അപ്പോൾ നമ്മൾ വലിയവരായാലും മൂക്കിൽ നിന്ന് ബ്ലീഡിങ് കാണുമ്പോഴത്തേക്കൊന്ന് പാനിക് ആവുമല്ലോ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ, ചികിത്സ, പിന്നെ നമ്മൾ കൂടെ കൂടെ മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ, ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പം എന്താണ് കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരണമെന്ന കാരണങ്ങൾ? അപ്പം മെജോറിറ്റി സമയം മൈനർ ഇഷ്യൂസ് കൊണ്ട് തന്നെ ആയിരിക്കും. അപ്പം ആദ്യത്തെ റീസൺ ആണ് ഡ്രൈനസ്. അപ്പോൾ യു.എയിൽ ഒരു ഡെസേർട്ട് ക്ലൈമറ്റ് ആണല്ലോ. അപ്പോൾ സമ്മർ ടൈമിലൊക്കെ കുഞ്ഞുങ്ങൾ ഇപ്പം വെയിലത്തൊക്കെ കളിക്കുവാണെങ്കിൽ മൂക്കിൻ്റെ രക്തക്കുഴലൊക്കെ വികസിച്ചിട്ട് ക്രാക്കായിട്ട് ബ്ലീഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തണുപ്പ് കാലാവസ്ഥയിൽ വിന്ററിൽ ഹ്യൂമിഡിറ്റി കുറവാണല്ലോ, ആ സമയത്തും ഡ്രൈനസ് വന്നിട്ട് മൂക്കിൻ്റെ ലൈനിങ് ഒക്കെ തിന്നായിട്ട് ക്രാക്കായിട്ട് ബ്ലീഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡ്രൈ ആകുമ്പോഴത്തേക്ക് മൂക്കിൻ്റെ അകത്ത് ഇങ്ങനെ പൊറ്റ പോലെ ഇരിക്കും. അപ്പം കുഞ്ഞുങ്ങൾ അത് ഇളക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇഞ്ചുറി ആയിട്ടാണ് പലപ്പോഴും ബ്ലീഡിങ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാരണമാണ് നോസ് പിക്കിംഗ്. കുഞ്ഞു കുട്ടികൾ മൂക്കിൻ്റെ അകത്ത് വിരലിട്ട് സ്ക്രാച്ച് ആയിട്ടും ബ്ലീഡിങ് വരാം. കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ മൂക്കിൻ്റെ ഫ്രണ്ട് വശത്താണ് ഏറ്റവും കൂടുതൽ രക്തക്കുഴൽ മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ സ്ക്രാച്ച് വരുമ്പോഴത്തേക്ക് ബ്ലീഡിങ് വരാം. മൂന്നാമത്തെ കാരണമാണ് അലർജി, ജലദോഷമൊക്കെ വരുമ്പോഴത്തേക്ക് കുഞ്ഞ് ഹാർഡായിട്ട് മൂക്ക് ബ്ലോ ചെയ്യുമ്പോൾ ബ്ലീഡിങ് വരാം. അതുപോലെ തന്നെ സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ മൂക്കിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ടും ബ്ലീഡിങ് വരാം. ട്രോമ, അതായത് ആക്സിഡൻ്റലായിട്ട് കുഞ്ഞ് കളിക്കുമ്പോൾ മൂക്കടിച്ച് വീഴുമ്പോഴത്തേക്ക് സോഫ്റ്റ് ടിഷ്യൂസ് എല്ലാം ഇഞ്ചുറായിട്ട് മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരാം. പിന്നെ അഞ്ചാമത്തെ ഒരു റെയർ കണ്ടീഷനാണ്, അതായത് നമ്മൾ ഈ ഹെറിഡിറ്ററി ആയിട്ട് കണ്ടുവരുന്ന ഒരുതരം ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട്, അതായത് ഹീമോഫിലിയ, വോൺ വില്ലിബ്രാൻസ് ഡിസീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് കുഞ്ഞിൻ്റെ ബ്ലഡിൻ്റെ അകത്ത് ആവശ്യമുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ടും ബ്ലഡ് ക്ലോട്ട് ആകത്തുകൊണ്ടും ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരാം. പക്ഷെ അതിൽ അസോസിയേറ്റഡ് ആയിട്ട് വേറെ കാര്യങ്ങളും കൂടെ ഉണ്ടാവും. അതായത് കുഞ്ഞിൻ്റെ നേസൽ ബ്ലീഡിങ് കൂടാതെ മോണയിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരിക, അല്ലെങ്കിൽ കാലിൽ, തുടയിൽ, അല്ലെങ്കിൽ ശരീരത്ത് വേറെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ചതവ് പോലെ കാണുക, അതൊക്കെയാണ് അതിൻ്റെ അസോസിയേറ്റഡ് കണ്ടീഷൻസ്. അപ്പോൾ മൂക്കിൽ നിന്ന് സഡൻ ആയിട്ട് ബ്ലീഡിങ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് 4 സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ വീട്ടിലായാലും വെളിയിലായാലും നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമ്മൾ പാനിക് ആകാതെ കുഞ്ഞിനെ നേരെ ഇരുത്തിയിട്ട് കുനിച്ചിരുത്തുക, എന്നിട്ട് താടി താത്തിയിട്ട് നമ്മുടെ ഈ മൂക്കിൻ്റെ സോഫ്റ്റ് പാർട്ടില്ലേ, ഈ സോഫ്റ്റ് പാർട്ട് നമ്മുടെ തമ്പും ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ഇങ്ങനെ പിഞ്ച് ചെയ്യുക. പിഞ്ച് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വരെ പിഞ്ച് ചെയ്ത് പിടിക്കുക. ആ സമയത്ത് നമ്മൾ കുഞ്ഞിൻ്റെ വായി കൂടെ കുഞ്ഞിനോട് ശ്വാസം എടുക്കാൻ പറയുക. എന്നിട്ട് ബ്ലഡ് ഉണ്ടെങ്കിൽ അത് നമ്മളൊരു ടിഷ്യൂയോ പാഡോ അല്ലെങ്കിൽ ഒരു കവർ വെച്ച് നമ്മൾ സ്പിറ്റ് ചെയ്യാൻ പറയുക. ഇത് കൂടാതെ നമ്മൾ വീട്ടിലാണെങ്കിൽ ഐസ് പാക്സ് ഉണ്ടെങ്കിൽ അത് വെക്കുന്നത് വളരെ നല്ലതാണ്. അത് നമ്മുടെ 4th സ്റ്റെപ്പാണ്. അപ്പോൾ ഐസ് പാക്ക് വെച്ച് നമ്മുടെ നെറ്റിയിലോ കണ്ണിൻ്റെ മേളിലോ കവളത്തിൻ്റെ മേളിലൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഐസ് നമ്മുടെ രക്തക്കുഴലിലൊക്കെ ചുരുക്കി ക്ലോട്ടാക്കും. അപ്പം ഇതൊക്കെയാണ് മെയിൻ 4 ബേസിക് സ്റ്റെപ്സ്. ഇപ്പം നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ബ്ലീഡിങ് വരുമ്പോഴത്തേക്ക് കുഞ്ഞിനെ നേരെ പോയി കിടക്കാൻ പറയുക, അല്ലെങ്കിൽ തല ഇങ്ങനെ ബാക്കിലോട്ട് വയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ബ്ലീഡിങ് നമ്മുടെ പുറന്നോട്ട്, അതായത് ത്രോട്ടിലോട്ട് ഇറങ്ങി നമ്മുടെ ലങ്സിലോട്ടോ അല്ലെങ്കിൽ സ്റ്റൊമക്കിലോട്ടൊക്കെ പോയി ആകെ ഇറിറ്റേഷനും ചുമയും വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കും. അപ്പോൾ അത് ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മൾ മൂക്ക്, അതായത് മാക്സിമം ഒരു 10 മിനിറ്റ്, മിനിമം ഒരു 5 മിനിറ്റ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കാൻ പാടില്ല ബ്ലീഡിങ് ഉണ്ടോയെന്ന്. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടും നമ്മൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ആയില്ലെങ്കിൽ പിന്നെ മൂക്കിൻ്റെ ഷേപ്പിനൊക്കെ, അതായത് നമ്മളിപ്പം കുട്ടി വീണ് കഴിഞ്ഞു മൂക്കിൻ്റെ ഷേപ്പിനൊക്കെ ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ENT സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുക. ഇപ്പം മൂക്കിൻ്റെ ബ്ലീഡിങ് നമുക്ക് എങ്ങനെ ശരിക്കും പറഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? കാരണം പല പ്രാവശ്യം ഇതൊരു ശരിക്കും ഒരു ന്യൂയിസൻസ് ആയിട്ടും വരാറുണ്ട്, എപ്പോഴും ഇങ്ങനെ മൂക്കിൻ്റെ ബ്ലീഡിങ് വരുന്ന കുഞ്ഞുങ്ങൾക്ക്. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡ്രൈനസ് ഒഴിവാക്കുക. അപ്പോൾ ഡ്രൈനസ് ഒഴിവാക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് സലൈൻ സ്പ്രേസ് കൂടെ കുട്ടിക്ക് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾക്കിപ്പം വാസ്ലിൻ അല്ലെങ്കിൽ ഈ ബാക്ട്രോബാൻ എന്ന് പറയുന്ന നേസൽ ഓയിൻമെൻറ്റ്സ്, സലൈൻ ജെല്ലൊക്കെ കിട്ടും. അത് നമ്മുടെ വിരലിൽ എടുത്തിട്ട് ജെന്റിലായിട്ട് മൂക്കിൻ്റെ അകത്ത് പുരട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബഡ്സ് വെച്ച് ജെന്റിലായിട്ട് ജസ്റ്റ് മൂക്കിൻ്റെ അകത്ത് ഇഞ്ചുറി ഒന്നും വരുത്താതെ പുരട്ടി കൊടുക്കുക. അതുകൂടാതെ ഇപ്പം കുഞ്ഞിന് നോ സ്പീക്കിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി അത് ഒഴിവാക്കുക. നെയിൽസ് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഡ്രൈനസ് ഒഴിവാക്കാൻ വേണ്ടി വീട്ടിലെ ഹ്യൂമിഡിഫയേഴ്സ് വയ്ക്കുക.
അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഇപ്പോൾ ആഴ്ചയിൽ പല പ്രാവശ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ENT സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കുക. എന്നിട്ട് മൂക്കിൻ്റെ ബ്ലീഡിങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റും കാരണങ്ങളും കോസസും എല്ലാം കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.